എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു പ്രദേശത്ത് മിഷൻ രംഗത്ത് പോകണമെന്ന്, ഒരു മിഷണറി വൈദികനായി സേവനം ചെയ്യണമെന്ന്. പക്ഷേ എൻ്റെ ഇടവക വികാരിയച്ഛൻ അത് സമ്മതിച്ചില്ല. അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴിപ്പെട്ട് ഞാൻ മലബാറിൽ തന്നെ തങ്ങി. അച്ഛനാണ് എന്നെ തലശ്ശേരി വള്ളപ്പള്ളി പിതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയതും പിതാവ് സെമിനാരിയിൽ എന്നെ സ്വീകരിച്ചതും തുടർന്നുള്ള വിദ്യാഭ്യാസവും പൗരോഹിത്യ സ്വീകരണവുമെല്ലാം. 1966 ഞാൻ വൈദികനായി. പക്ഷേ എനിക്ക് മിഷന് പോകാൻ ഒത്തില്ല. ആ ചിന്ത, ആഗ്രഹം എൻ്റെ മനസ്സിലങ്ങനെ കിടന്നു. എല്ലാ പിതാക്കന്മാരോടും മാറി മാറി ഞാൻ ചോദിച്ചു, ഏതാനും വർഷത്തേക്ക് ഞാൻ മിഷന് പൊക്കോട്ടെ എന്ന്. ആരും സമ്മതിച്ചില്ല. അങ്ങനെ ഒരിക്കലും എൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്ന നിരാശയില്ല എങ്കിലും മോഹഭംഗത്തോടു കൂടി കഴിയുന്ന കാലത്ത് എമ്മാനുവൽ പിതാവ് പുതിയ പിതാവായി മാനന്തവാടിയിൽ വന്നു. അദ്ദേഹത്തോട് ഞാൻ പലവട്ടം ചോദിച്ചു. ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ പിതാവിന് സമ്മതം വാങ്ങി 1999 ഞാൻ രാജക്കോട്ട് രൂപതയിൽ പോയി. അവിടെ ചെന്ന് പിതാവിനെ ആദ്യം നിയമിച്ചത് വാക്കാനേർ എന്നു പേരുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കോളനിയിലാണ്. ആകെ 4 ക്രൈസ്തവ ഭവനങ്ങളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവർ കുർബാനയ്ക്ക് വരും, പിന്നെ 4 സിസ്റ്റേഴ്സും ഉണ്ട്. അവിടെ ഞാൻ 1 വർഷക്കാലം കഴിഞ്ഞു. ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത, 1 വിദ്യാഭ്യാസമില്ല കുട്ടികൾക്ക്, 2 ശുചിത്വമില്ല, 3 വെള്ളമില്ല. മഴ പെയ്തെങ്കിലേ വെള്ളം ഉണ്ടാവുകയുള്ളൂ. വെള്ളമില്ലെങ്കിൽ കുളിയില്ല, കഴുക്കില്ല. അപ്പോൾ കുട്ടികൾ ചെളിയില്ല, പൊടിമണ്ണിൽ പുരണ്ട് നടക്കും. പിന്നത്തെ ഒന്ന്, ഒട്ടും ശുചിത്വം ആ ഗ്രാമത്തിലില്ല. ആൺപെൺ വ്യത്യാസമില്ലാതെ, പ്രായവ്യത്യാസമില്ലാതെ പൊതുനിരത്തുകളിൽ മലമൂത്ര വിസർജനം നടത്താൻ അവർക്കൊരു മടിയുമില്ല. അങ്ങനെ കഴിയുന്ന ഒരു ഗ്രാമത്തിൽ നടത്തുന്ന മിഷൻ പ്രവർത്തനം ആദ്യമായും ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ടാണ്. 1 ശുചിത്വം പഠിപ്പിക്കുക, 2 സാക്ഷരതയിൽ കുട്ടികളെ വളർത്തുക, 3 പൗരബോധം ഉള്ളവരായി തീർക്കുക. ഈ 3 കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് സിസ്റ്റേഴ്സ് ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നത്. അവരോട് ചേർന്ന് ഞാനും 1 വർഷം അവിടെ ജോലി ചെയ്തു. അവിടെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റം ഉണ്ടാവുക പതിവാണ്. അച്ഛന്മാർ കുറവാണ്. 1 വർഷം കഴിഞ്ഞപ്പോൾ പിതാവ് എന്നോട് മീഠാപൂരിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ പോയി. മീഠാപൂർ കടൽ തീരത്തുള്ള ഒരു ചെറിയ പട്ടണമാണ്. ടാറ്റ കമ്പനിയുടെ ഒരു കെമിക്കൽ ഫാക്ടറി അവിടെയുണ്ട്. അവിടെ ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്. അതിലൊരു 100-100 വീട്ടുകാർ ക്രൈസ്തവരുണ്ട്, കത്തോലിക്കരുണ്ട്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും വന്ന് കമ്പനിയിൽ ജോലി ചെയ്യാൻ വന്ന ആളുകളാണ്. അവർക്ക് വേണ്ടി അവിടെ ഒരു കൊച്ചു പള്ളിയുണ്ട്, ഒരു കോൺവെൻ്റുണ്ട്, ഒരു ആശുപത്രിയുണ്ട്. ആശുപത്രിയെല്ലാം ടാറ്റ കമ്പനിയുടെ വകയാണ്. അത് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. പരിമിതമായ സൗകര്യങ്ങളുണ്ട്. പക്ഷേ രോഗികൾ ധാരാളമുണ്ട്. ആ പ്രദേശത്ത് വരെ ആശുപത്രിയുമില്ല. അവരോടൊത്ത് ഞാൻ 1 വർഷം താമസിച്ചു. അപ്പോൾ വീണ്ടും എൻ്റെ ആഗ്രഹം ഏതെങ്കിലും ഗ്രാമത്തിൽ താമസിക്കണമെന്നായിരുന്നു. പിതാവിനോട് പറഞ്ഞു, എനിക്കൊരു ഗ്രാമത്തിലുള്ള ഒരു മിഷൻ സെൻറ്ററിൽ നിയമനം കിട്ടിയാൽ കൊള്ളാമെന്ന്. പിതാവ് അത് സമ്മതിച്ചു. എന്നോട് രാജകോട്ടിന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ രാജകോട്ട് ചെന്നു. ചിരകാല സ്വപ്നങ്ങളിലെ യാതനയുടെ ഗച്ഛമയം തേടി ഈ പുരോഹിതൻ തൻ്റെ പ്രവാസം തുടർന്നു. ഗുജറാത്തിലെ വാക്കനൂർ എന്ന ഗ്രാമീണ മേഖലയുടെ പ്രവർത്തനങ്ങളിൽ മുഴുകി അച്ഛൻ തൻ്റെ നിയോഗം പ്രാവർത്തികമാക്കിക്കൊണ്ടിരുന്നു. അന്നവും അക്ഷരവും അന്യം നിന്ന ജനത്തിനുമേൽ കാരുണ്യത്തിൻ്റെ തൂവൽ സ്പർശം കൊണ്ട് ഈ പുരോഹിതൻ അവർക്ക് യേശുവിൻ്റെ മാതൃക കാട്ടി. വാക്കനൂർ, മീഠാപൂർ മേഖലകളിലെ ശക്തമായ പ്രവർത്തനങ്ങൾ അച്ഛൻ്റെ ആത്മീയ ശുശ്രൂഷാ രംഗങ്ങളിൽ പുതിയ മാനങ്ങൾ തീർക്കാൻ ദൈവം അവസരമൊരുക്കുകയായിരുന്നു. ആ സമയത്താണ് ലോകത്തെ മുഴുവൻ ഞടുക്കത്തിലാഴ്ത്തിയ ആ വലിയ ദുരന്തം ഗുജറാത്തിനെ ഗ്രസിച്ചത്. നേർമുന്നിലെ ഭൂമി വിണ്ടുകീറി, കെട്ടിടങ്ങൾ തകർന്നടിയുന്നു, സമുദ്രനിരപ്പുയർന്ന് ഭൂമിക്ക് മീതെ ആഞ്ഞടിക്കുന്നു. നിലവിളികളും ആർത്തനാദങ്ങളും ഉയരുമ്പോൾ മറ്റു വൈദികരോടൊപ്പം ഈ നാടിൻ്റെ രക്ഷയ്ക്കായി മുട്ടിന്മേൽ നിന്ന് കൈ പിതാവിലേക്ക് ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും തങ്ങൾക്ക് ചെയ്യാനില്ല എന്ന് അച്ഛൻ ഓർത്തെടുക്കുന്നു. ഞങ്ങൾ ഏതാനും വൈദികർ 3-4 ദിവസത്തെ പ്രാർത്ഥനയ്ക്കായി ഒന്നിച്ചുകൂടി.
അന്ന് പ്രാർത്ഥന ലീഡ് ചെയ്ത് ധ്യാനം നടത്തിയത് കേരളത്തിലെ സുപ്രസിദ്ധ ധ്യാന ഗുരുവായ ഫാദർ ജോൺ ബ്രിട്ടോ ചെത്തിമറ്റുമാണ്. CMASN. അഗാധ പണ്ഡിതനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ കണ്ണ് അടയ്ക്കുകയില്ല, മിഴി പൂട്ടുകയില്ല. അങ്ങനെ ആ ധ്യാനമെല്ലാം കൂടി അവസാനത്തെ ദിവസം വന്നപ്പോൾ ഞങ്ങൾ രാവിലെ കാപ്പി കഴിഞ്ഞ് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പെട്ടെന്ന് മുറിയുടെ ഭിത്തിയിലുള്ള കലണ്ടറുകളെല്ലാം പതിവില്ലാതെ അനങ്ങാനും ചലിക്കാനും തുടങ്ങി. തുറന്ന് മാത്രം വെച്ചിരുന്ന ജനല ശക്തിയായിട്ട് അടച്ചു. ഞങ്ങളെല്ലാം ശ്രദ്ധിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. മുറിക്കകത്ത് ഇളകുന്ന സാധനങ്ങൾ ഉള്ളതെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. ഞങ്ങൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. പുറത്തോട്ട് നോക്കുമ്പോൾ അവിടെ കെട്ടിയിരിക്കുന്ന പശുക്കളെല്ലാം തലയും കുത്തി മറിയുന്നു, ചാടി മറിയുന്നു, കയർ മറിയുന്നില്ല. ആകെ ഒരു സംഭ്രമം ഉണ്ടാക്കുന്ന അവസ്ഥ. ഇതെന്താണ് ഞങ്ങൾക്കൊരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 100 കതിനാവെടി ഒന്നിച്ചു പൊട്ടിയാൽ എന്തായിരിക്കും സ്വരം? 100 ലോറി ഒരേ സമയം ഇരമ്പിച്ചു വന്നാൽ എന്തായിരിക്കും സ്വരം? അങ്ങനെ ഒരു സ്വരം കേട്ടു. വെടിയാണോ ആർക്കറിയാം. അപ്പോൾ ഇതെന്താണ്? ഞങ്ങളങ്ങനെ പരസ്പരം നോക്കി. ഞങ്ങളെല്ലാം ഈ മുറിക്കകത്താണുള്ളത്. ഞങ്ങൾ പരസ്പരം പറഞ്ഞു, ഇത് പാകിസ്ഥാൻ ബോർഡറാണ്. ഗുജറാത്ത് അങ്ങനെയാണല്ലോ. കച്ച് ജില്ലയോട് ചേർന്നാണ്. വളരെ എളുപ്പം പാകിസ്ഥാൻ ആക്രമിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ പാകിസ്ഥാൻ ബോംബിട്ടതായിരിക്കും. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ബോംബിട്ടതായിരിക്കും. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ കെട്ടിടം വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു മനുഷ്യൻ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ പറഞ്ഞു, ധർത്തി കം ബാർ ജാ. നമുക്കറിയാം അതിൻ്റെ അർത്ഥം. ധർ ഭൂമി, തി ധർത്തി ഭൂമിയിൽ, കമ്പ് കുലുക്കം, ഭൂകമ്പമാണ്, ചാടി ഓടിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ ഞങ്ങൾ ചാടി ഓടി. ഞങ്ങൾ മുറ്റത്ത് എത്തിയില്ല. അതിനു മുമ്പ് ഞങ്ങളിരുന്ന കെട്ടിടം കുലുങ്ങി നിലത്ത് വീണു. പശുക്കളെല്ലാം അപ്പോഴും തലയും കുത്തി മറിയുന്നുണ്ട്. ഞങ്ങൾ പുറത്തിറങ്ങി. എന്ത് ചെയ്യണം? ഭൂകമ്പമാണെന്ന് മനസ്സിലായി. ടൗണിൻ്റെ ഒരു ഭാഗത്താണ്. അവിടെ ടൗണിലെ വലിയ കെട്ടിടങ്ങൾ, ബഹുനില കെട്ടിടങ്ങളെല്ലാം വിറയ്ക്കുകയാണ്. ചിലതെല്ലാം വീഴുന്നു. അപ്പോൾ കൂട്ട നിലവിളി കേൾക്കാം. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങളേതായാലും കെട്ടിടങ്ങളുള്ളിടത്തുനിന്ന് മാറി. ഞങ്ങൾ 4-5 അച്ഛന്മാർ ഒന്നിച്ചായിരുന്നു. ഈ കുലുക്കം വർദ്ധിച്ചു വന്നപ്പോൾ ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ്റെ കയ്യിലേക്ക് ഞാൻ നോക്കി. അദ്ദേഹത്തിൻ്റെ കയ്യിലെ രോമങ്ങളെല്ലാം എഴുന്നു നിൽക്കുന്നു. തലയിലെ മുഴുവൻ എഴുന്നു നിൽക്കുന്നു. ഭയം കൊണ്ടാണ്. നിലത്ത് നമ്മൾ കപ്പയിടാൻ മണ്ണ് കൂന കൂട്ടും. അതുപോലെ കൂന കൂട്ടിയിട്ട് മണ്ണ് പൊങ്ങി വരികയാണ്. അല്പസമയം കഴിയുമ്പോൾ അത് അങ്ങ് താഴ്ന്നു പോവുകയാണ്. ചവിട്ടിയിരിക്കുന്ന ഒരു കാല് താഴ്ന്നു പോകുന്നു, ഒരു കാല് പൊങ്ങി വരുന്നു. ഞങ്ങൾ തീരുമാനിച്ചു, കഴിഞ്ഞു. ഞങ്ങൾ വലിയ നിലവിളിച്ച് പറഞ്ഞു, കർത്താവെ രക്ഷിക്കണേ, രക്ഷിക്കണേ. ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കരയാൻ കണ്ണുനീരൊന്നുമില്ല, ഭയമാണ്. പണ്ട് കേട്ടിട്ടുണ്ട്, ഭൂകമ്പം ഉണ്ടായാൽ ഭൂമി പിളർന്നു പോകും, പിളർന്ന ഭൂമി വിഴുങ്ങും എന്നെല്ലാം. പണ്ടത്തെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സീതയെ ഭൂമി പിളർന്ന് കൊണ്ടുപോയി എന്ന്. ആ കാര്യമൊന്നും ഓർത്തില്ലെങ്കിലും ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഭൂമി വിളരുക സാധാരണയാണ്. അങ്ങനെ സംഭവിക്കുകയോ മറ്റോ ചെയ്താലോ ഞങ്ങളുടെ കഥ തീർന്നു. മുകളിൽ കൂടി ഒരു ഹെവി ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ട്. പുറത്ത് ഈ ലൈൻ പൊട്ടി വീണാൽ ഞങ്ങൾ കത്തിപ്പോവും. ഈ വിധത്തിലുള്ള ചിന്തകളെല്ലാം ഒരേ സമയത്ത് മനസ്സിൽ വന്നു. അതുകൊണ്ടാണ് ഭയം. അത് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ലാത്തതാണ്. നമ്മൾ കർത്താവിൻ്റെ ജീവിതത്തിൽ വായിക്കുന്നുണ്ട്, രക്തം വിയർത്തു എന്ന്. നമുക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം ഇതൊക്കെ അതിശയോക്തിയാണെന്ന്. അതിശയോക്തി അല്ലെന്ന് മനസ്സിലാകുന്നു. കാരണം ഒരു ചെറിയ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അത് പുറത്ത് സംഭവിക്കുന്നതാണ്. അതിനേക്കാൾ എത്രയോ വലിയ വേദനയാണ് മനസ്സിലേത്. അപ്പോൾ അത് കഴിഞ്ഞപ്പം മനസ്സിൽ തോന്നിയതാണ്, കർത്താവ് തീർച്ചയായും രക്തം വിയർത്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ സ്ഥിതി ഇതാണെങ്കിൽ അത്യധികം മനോവേദന അനുഭവിക്കുന്ന കർത്താവിന് പിന്നെ ദൈവം അവിടുന്ന് മനുഷ്യനല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളെല്ലാമാണ് ഞങ്ങൾക്കുണ്ടായത്. ഇതെല്ലാം കഴിഞ്ഞു. ഭൂകമ്പമങ്ങത്ത് നിന്നു. 56 സെക്കൻഡ് മാത്രം ദീർഘിക്കുന്ന ഒരു ചലനമാണ് ഉണ്ടായത്. ഭൂമിക്കടിയിലുള്ള പാറക്കെട്ട്, വളരെ അടിയിലുള്ള പാറക്കെട്ട് പാറയുടെ പാളി തെന്നിപ്പോകും. അങ്ങനെ തെന്നിപ്പോകുന്ന സമയത്തുണ്ടാകുന്ന വൈബ്രേഷനാണ് കുലുക്കം. ആ കുലുക്കം ഉപരിതലത്തിലേക്ക് വരുമ്പോൾ സമയം കൂടുതലെടുക്കും. ബംഗ്ലാദേശ് മുതൽ ഇങ്ങനെ വന്ന് രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, സിലോൺ വരെ അന്നത്തെ ഭൂകമ്പം ഉണ്ടായി. അഹമ്മദാബാദ് മുതൽ വടക്കോട്ടുള്ള ജില്ലകളിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം തകർന്നു.
കച്ചിൽ മാത്രം 5 പട്ടണങ്ങൾ തകർന്നു പോയി. അഞ്ചാറ്, ഗാന്ധിധാം, ബച്ചാവ്, ഭുജ്, വേറെ ഒരെണ്ണം കൂടിയുണ്ട്. ഈ പട്ടണങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമായി പോയി. ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്നും കൊള്ളക്കാർ വണ്ടിയുമായിട്ട് വന്ന് പട്ടണങ്ങളിലെ വില കൂടിയ വസ്തുക്കൾ വിൽക്കുന്ന കടകളെല്ലാം കൊള്ളയടിച്ചു. നമ്മൾ ഇവിടെയല്ലേ 3 ഏക്കറത്തിന് ചെരുപ്പിടുന്നത്, അവിടെ അങ്ങനെയല്ല. 25,000 50,000 വിലയുള്ള ഷൂസ് ധരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള വില കൂടിയ സാധനങ്ങൾ വിൽക്കുന്ന കടകളെല്ലാം കൊള്ളയടിച്ചു. അരാജകത്വം നടമാടുന്നൊരു നാടായി മാറി. മനുഷ്യന് പറ്റിയ അപകടം. ഞാൻ താമസിച്ചിരുന്ന തൊട്ടടുത്താണ് രാജകോട്ടെ ജില്ലാ ആശുപത്രി. നമുക്കിവിടെ വെറുതെ കിടക്കുന്ന ഭൂമിയൊന്നുമില്ല. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ കാലി ഭൂമിയുണ്ട്, തരിശു ഭൂമി. ഈ രാജകോട്ടെ ആശുപത്രിയുടെ പരിസരം എന്ന് പറയുന്നത് 100 കണക്കിന് ഏക്കർ സ്ഥലമുണ്ട്. ആ പറമ്പ് മുഴുവൻ, ആ പരിസരം മുഴുവൻ ചത്തതും ജീവനുള്ളതുമായ ശരീരം കൊണ്ട് നിറഞ്ഞു. ഒടിഞ്ഞത്, മുറിഞ്ഞത്, തകർന്നത് ആയ മനുഷ്യ ശരീരം. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ അവിടെ പോയിട്ട്. ഞാൻ തിരിച്ചു പോന്നു. എനിക്കൊന്നും ചെയ്യാനില്ല, പിന്നെ അത് കാണാൻ കഴിയുമില്ല. അങ്ങനെ ഭൂകമ്പം നാശം വിതച്ചു. ആ സമയത്ത് സഭ ഉണർന്നു. രാജകോട്ട് പിതാവിൻ്റെ, കരോട്ടമ്പ്രയിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ സന്നദ്ധ സംഘടനകൾ, ചാരിറ്റി പ്രവർത്തകർ എല്ലാം ഇറങ്ങി. കേരളത്തിൽ നിന്ന് 2000-ലധികം സന്നദ്ധ സേവകരായ ആളുകൾ അവിടെ വന്നു. ഇവരെല്ലാം ഒന്നിച്ച് കച്ചിലെ ഗാന്ധിധാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അവിടെ ഒരു വലിയ സീനിയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഇവിടുത്തേതുപോലല്ല, ഒരു കോളേജിനേക്കാൾ വലുതാണ്. ആ സ്കൂള് മുഴുവൻ തകർന്നു പോയി. അതിൻ്റെ ക്യാമ്പസിലാണ് ഈ രക്ഷാപ്രവർത്തകരെല്ലാം കൂടിയത്. അവരും അവിടെ രോഗികളെ മുറിഞ്ഞതും ഒടിഞ്ഞതും ഒക്കെ കൊണ്ടുവരും. അവരുടെ നേതൃത്വത്തിൽ നേരം വെളുത്ത് രാവിലെ 7 മണിയാകുമ്പോൾ സന്നദ്ധ സേവകർ പുറത്തോട്ട് പോവുകയായി വില്ലേജുകളിൽ. രാത്രിയാകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ 2000 പ്രവർത്തകർ ക്യാമ്പടിച്ചിരുന്ന സ്ഥലമാണ് അവിടെ. അവിടെ വരുന്ന സകല ആളുകൾക്കും ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുഴുകി ഞാൻ തുടർന്നുള്ള 3 മാസം ആ കച്ചിലും പരിസരത്തിലുമായിട്ട് കഴിഞ്ഞു. മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കാം അതെല്ലാം കാണാനിടയായിട്ടുണ്ട്. കണ്ടതൊരു ഭാഗ്യമായിട്ടല്ല, കാണേണ്ട ദുർഗതി ഉണ്ടായി. ഒരു ദിവസം ഞങ്ങൾ ഭൂകമ്പം ഉണ്ടായി 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3-4 അച്ഛന്മാർ ഒരു തുറന്ന ജീപ്പിൽ ഭുജ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര പോയി. അതൊരു കുന്നാണ്. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സാംസ്കാരിക കേന്ദ്രമാണ്, ഒരു മ്യൂസിയമാണ് ഇവിടെ ഉള്ളത്. അതെല്ലാം പോയി. ഈ കുന്ന് കയറുമ്പോൾ കാറ്റ് തിരിച്ചടിച്ചു. സമയം സന്ധ്യയായില്ല. കാറ്റടിച്ചപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. കാരണം ചീഞ്ഞ ശവങ്ങൾ, അതിൻ്റെ മണം. ഞങ്ങൾ ഛർദ്ദിച്ചു, തിരിച്ചു പോന്നു. അവിടുത്തെ അവസ്ഥ അതാണ്. പിന്നെ ആ യാത്രയ്ക്കിടയിൽ കണ്ടത് പട്ടാളമാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. മറ്റാർക്കും അവിടെ പ്രവേശനമില്ല, ഒന്നും ചെയ്യുന്നുമില്ല. അവർ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കളയുന്നു. അതിനിടയ്ക്ക് ലോറിയിൽ ധാരാളം വിറക് കൊണ്ടുവരുന്നുണ്ട്, പെട്രോളിക്ക് വിറക് കൊണ്ട് കത്തിച്ച് കളയാൻ വേണ്ടി. അങ്ങനെ ഒരു വഴി പോകുമ്പോൾ ശവം കാണാം. അതെല്ലാം പട്ടാളക്കാർ കത്തിച്ച് കളയുന്നു. ഇതെല്ലാം കണ്ടും അതിനിടയ്ക്ക് എന്താ പറയുക, മരവിച്ച മനസ്സോടുകൂടി 3 മാസം കഴിഞ്ഞു. മനുഷ്യനിലെ നന്മ കാണാനും അതിനിടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തകർ ഭക്ഷണം, വസ്ത്രം, പുതപ്പ് ഇതെല്ലാമായി ഗ്രാമങ്ങൾ തോറും പോകാറുണ്ട്. ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ നാളിയ എന്ന് പറയും ആ പ്രദേശത്തിൻ്റെ പേര്. അവിടെ എല്ലാം മുസ്ലിംസാണുള്ളത്. ഇവിടെ കാണുന്നവരെ പോലെയല്ല, മിക്കവാറും അഫ്ഗാൻ ചുവയുള്ള സംസ്കാരമാണ് അവിടെ. അവർ ഒരു ഗ്രാമത്തിൽ സന്ധ്യ ആയപ്പോൾ ഒന്നിച്ചുകൂടി ഞങ്ങൾ ചെല്ലുമെന്ന് അറിയിച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ ഗ്രാമത്തലവൻ പറഞ്ഞു, ഫാദർ, ഈ ഗ്രാമത്തിൽ 17 വീട്ടുകാർക്ക് മാത്രമേ ആവശ്യമുള്ള സാധനം കിട്ടാതെയുള്ളൂ, ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടി. അതുകൊണ്ട് നിങ്ങൾ 17 പേർക്ക് മാത്രം കൊടുക്കുക. അവരെ വിളിച്ചു നിർത്തി അവർക്ക് കൊടുത്തു. എന്നിട്ട് രണ്ടാമത് പറഞ്ഞൊരു കാര്യം, അവിടെ ഒരു ന്യൂനപക്ഷ ഗ്രാമമുണ്ട്. ഞങ്ങളോട് ഇത് പറയുന്നത് ഒരു ഹിന്ദു ഗ്രാമമാണ്. അയാൾ പറഞ്ഞു, ഇവിടെ ഹിന്ദു മുസ്ലിം ലോഹ്യത്തെക്കുറിച്ചും അലോഹ്യത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ആ മനുഷ്യൻ, ഗ്രാമത്തലവൻ പറഞ്ഞു, അടുത്തൊരു മുസ്ലിം ഗ്രാമമുണ്ട്, 4-5 ദിവസമായി ഒരു മനുഷ്യൻ പോലും അവിടെ സഹായം എത്തിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പോയി അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് വണ്ടി വിട്ടു, അവിടെ ചെന്ന് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ വിചാരിക്കുന്ന മാതിരിയുള്ള പാക ആളുകൾ തമ്മിലില്ല. അതെല്ലാം
രാഷ്ട്രീയക്കാർ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ 3 മാസം ഇവരോടൊത്ത് ജീവിച്ചിട്ട് പ്രവർത്തിച്ചിട്ട് ഞാനും ആകെ മടുത്തു. ഒരു ദിവസം ഒരു ക്യാമ്പിൽ ഞാൻ കഴിയുകയാണ്. തണുപ്പെന്ന് ഈ ഭൂകമ്പം ഉണ്ടായത് 2001 ജനുവരി 26-ാം തീയതിയാണ്. തുടർന്ന് വന്ന ഒരാഴ്ചക്കാലം അതികഠിനമായ തണുപ്പായിരുന്നു. നമുക്കാർക്കും മനസ്സിലാകുകയില്ല അവിടുത്തെ തണുപ്പ്. വിറയ്ക്കുക മാത്രമല്ല, അസ്ഥി പോലും പൊട്ടിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ പത്രങ്ങളെല്ലാം വാരിയിട്ട് കത്തിച്ച് തീ കാഞ്ഞു. അത് 1 മണിക്കൂർ കൊണ്ട് പത്രമൊക്കെ തീർന്നു. പിന്നെ നോക്കിയപ്പോൾ കണ്ടത് ഇതാണ്: ലോറി കണക്കിന് തുണി കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുണ്ട്. അത് സോർട്ട് ചെയ്തിട്ട് പോലുമില്ല, എങ്ങനെ അങ്ങ് മല പോലെ കിടക്കുക. ഞാൻ അത് കുറേ വാരി കൊണ്ടുവന്ന് ഇട്ടു. ഓരോ തുണിക്കഷ്ണം എടുത്താൽ ഞാൻ അടുപ്പിലിടും. അത് കത്തും. തുണിയല്ലേ വേഗം കത്തിപ്പോകുകയല്ലേ. അത് തീരുമ്പം പിന്നെ ഞാൻ പെറുക്കിടും. നേരം വെളുക്കുന്നിടം വരെ ഈ തുണി കത്തിച്ച ഞാൻ തീ കാഞ്ഞു. അങ്ങനെ 1-2 ദിവസം പോയി കഴിഞ്ഞപ്പം മടുത്തു. പിന്നെ രാത്രി കിടക്കാൻ നോക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് കിടക്കണ്ടേ. നമ്മൾ കാണാറുണ്ട് ഈ വൈക്കോൽ തുറവിൻ്റെ കീഴേയും ഒക്കെ പട്ടിക്കുഞ്ഞുങ്ങൾ പോയി കയറി കിടക്കും തണുക്കാതിരിക്കാൻ വേണ്ടി. അതുപോലെ ഞാൻ ഈ തുണിക്കൂനയുടെ കീഴേ രാത്രി കയറി കിടന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കയറി കിടന്നുകൊണ്ടൊന്നും തണുപ്പ് പോവുകയില്ല, ഐസ് പോലെ ഇരിക്കും തുണിയല്ല. അപ്പോൾ അങ്ങനെ തണുപ്പ് വല്ലാതെ ഉപദ്രവിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പിതാവിനോട് പോയി പറഞ്ഞു, പിതാവേ പറ്റുകയില്ല ഇവിടെ, എന്നെ അങ്ങോട്ടെങ്കിലും മാറ്റാൻ പറഞ്ഞു. എന്നാൽ പിന്നെ അച്ഛനെ ഞാൻ പള്ളിയിലേക്ക് മാറ്റിയേക്കാം എന്ന് പറഞ്ഞ് പിതാവ് എന്നെ ജാംനഗർ, ഒരു വലിയ പട്ടണമാണ്, ഇന്ത്യയിൽ 3 പട്ടാള വിഭാഗത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ ആർമിയുണ്ട്, നേവിയുണ്ട്, എയർഫോഴ്സുണ്ട്, വിമാനത്താവളങ്ങളുണ്ട്. അങ്ങനെയൊരു വലിയ പട്ടണമാണ്. അവിടെ 100-300 കത്തോലിക്ക കുടുംബങ്ങളുമുണ്ട്. അങ്ങനെ ഒരു പള്ളിയിലേക്ക് ഞാൻ മാറിപ്പോയി. അങ്ങനെ അവിടെ 2 കൊല്ലത്തോളം താമസിച്ചു. പിന്നെ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി. ആശയേറും നാട്ടിൽ, ശോഭയേറും വീട്ടിൽ, തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ, ശോഭയേറും വീട്ടിൽ, തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം